ഞാനെന്താ ഇപ്പം മാവിൻ്റെ തലപ്പും കാണിച്ച് നിൽക്കണേന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും. ഇത് ഞങ്ങളുടെ വീടിൻ്റെ ഉമ്മറത്തുള്ള മാവാണ് കേട്ടോ. പണ്ട് ഇവിടെ വല്യപ്പനുള്ള കാലത്ത് ഈ മാവിലേന്നല്ല, ഈ തൊടിയിൽ പോലും ഒരു സാധനവും ഒരാളെ കൊണ്ടും പറിക്കാൻ സമ്മതിക്കില്ലായിരുന്നു. ഈ മാവിൽ നിൽക്കണ മാങ്ങ അതുമ്മ തന്നെ നിന്ന് പഴുത്താലാണ് മധുരം കൂടുക എന്ന് പറഞ്ഞിട്ട് മൂപ്പരത് മൂക്കണ വരെ അവിടെ നിർത്തും. എന്നിട്ട് പഴുപ്പ് എത്താറാകുമ്പോൾ മെല്ലെ പറിച്ചുകൊണ്ട് റൂമിൽ വെച്ച് പഴുപ്പിച്ചിട്ടാണ് ഞമ്മക്ക് തരിക. ദാ ഇപ്പോൾ ഈ കാണുന്നതില്ലേ, ഈ മാവിൻ്റെ അവസ്ഥയാണ്. വല്യപ്പനും പോയി, വീട്ടിലെ കാർന്നോമാരെല്ലാവരും പോയപ്പോൾ മാവും പ്ലാവും ഒക്കെ ദാ ഈ കോലത്തിലായി. രാവിലെ മുതൽ ഏട്ടനും അനിയനും കൂടി മാവുമ്മ തൂങ്ങി ഇല പൊട്ടിക്കണ കാഴ്ചയാണ് ഈ കാണുന്നത്. ഏട്ടൻ മാവിൻ്റെ കൊമ്പ് താത്തി കൊടുക്കും, അനിയൻ എത്താഞ്ഞിട്ട് കസേരയിട്ട് അതിൻ്റെ മുകളിൽ കയറി നിന്നിട്ടാണ് മാവിൻ്റെ കൊമ്പ് പിടിക്കുന്നത്. എന്നിട്ട് എന്താ ചെയ്യണേ അറിയോ? താത്തി പിടിച്ച മാവിൻ്റെ കൊമ്പിലെ ഇല അടിച്ച് കൊഴിക്കുകയാണ് പരിപാടി. ഇപ്പം ശരിക്കും ഈ വീട്ടിലെ ഞാനുൾപ്പെടെ പുറത്ത് നിൽക്കണ മാവ് വരെ വിചാരിക്കണത് എന്നാ സ്കൂളൊന്ന് തുറക്കുക എന്നാണ്. അടുത്ത കൊല്ലം പൂക്കണമെങ്കിലും കായ്ക്കണമെങ്കിലും തൊടിയിലും മുറ്റത്തുമൊക്കെ നിൽക്കണ മാവിലും പ്ലാവിലും പുളിയിലും ഒക്കെ ഇലയും കൊമ്പുമൊക്കെ വേണമല്ലോ. ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ ഒറ്റെണ്ണം ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇങ്ങനെ തന്നെ ആയിരിക്കൂലേ എല്ലാ വീട്ടിലെയും കുട്ടികളുടെ അവധിക്കാലം. എന്തായാലും അവധി കഴിഞ്ഞ് സ്കൂളിലേക്ക് എത്തുന്നതിന് മുമ്പ് വീടും വീടിൻ്റെ ചുറ്റുപാടുമൊക്കെ ഏകദേശം ഒരു തീരുമാനമാക്കുമെന്ന് ഇപ്പം ഒരു ധാരണയുണ്ട്. എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ ഇതുപോലൊരു മാവും പ്ലാവും ഒക്കെ കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ചോട്ടിൽ കൂട്ടായിരുന്ന് ഒരു പന്തലും കെട്ടി ചോറും കൂട്ടാനും വെച്ച് കളിക്കുന്നതായിരുന്നു കളി. അന്നൊക്കെ ഈ മാവിൻ്റെ ഇല പറിച്ച് ഉപ്പേരി വെക്കാനും പ്ലാവിൻ്റെ ഇല കൊമ്പിൾ കുത്തിയിട്ട് കയ്യിലാക്കാനും ഒക്കെ ആയിരുന്നു ഞങ്ങൾക്ക് തിരക്ക്. എന്നാൽ ഇന്നതൊക്കെ മാറി. ഇപ്പതാ ഇതെങ്ങനെ തല്ലിക്കൊഴിച്ച് നിലത്ത് വീഴ്ത്താമെന്നും ചെടി എങ്ങനെ ഉണക്കാമെന്നൊക്കെയുള്ള ഗവേഷണത്തിലാണ് രാവിലെ മുതൽ രണ്ടുപേരും കൂടി. ചെറുതാണെങ്കിലും വലുതാണെങ്കിലും മാറ്റമൊന്നുമില്ല. ശരിക്കും ചെക്കന്മാരുടെ കളികൾക്ക് ഇത്തിരി കൂടി ആക്രമണ സ്വഭാവം ഉണ്ട് എന്നാണ് ഇവിടുത്തെ അമ്മ പറയണത്. ഇടയ്ക്കൊക്കെ നോക്കിയിരിക്കുമ്പോൾ എനിക്കും തോന്നും ശരിയാണ്, ഇത്തിരി കൂടി ഒതുക്കുണ്ടെന്ന് തോന്നുന്നു പെൺകുട്ടികളുടെ കളിക്ക്. ഇനി എന്തോ എനിക്ക് രണ്ട് ചെക്കന്മാരായതുകൊണ്ട് തോന്നുകയാണോ എന്നറിയില്ല. എന്തായാലും പണിയൊക്കെ കഴിഞ്ഞിട്ട് സമയം പോകാൻ വേണ്ടി ഇതിങ്ങനെ നോക്കിയിരിക്കുമ്പോഴും ഒരു സുഖമാണ് കേട്ടോ. ഇനി കളിയും മേളമൊക്കെ കഴിഞ്ഞ് അവധിയും കഴിഞ്ഞ് ജൂണിൽ സ്കൂളിൽ പോകുമ്പോൾ തോന്നും വീടും തൊടി അടക്കം ഉറങ്ങിയിരിക്കുകയാണല്ലോ എന്ന്. അപ്പത്തെ ശൂന്യത സഹിക്കാനാവില്ല. അപ്പം നമുക്ക് തോന്നും ഈറ്റുങ്ങളൊന്ന് വേഗം സ്കൂൾ അടച്ച് വീട്ടിലിരുന്നെങ്കിൽ എന്ന്. ഇത് ശരിക്കും മഴ പെയ്യണ പോലെയാണ്. മഴയാവുമ്പോൾ നമുക്ക് തോന്നും ഒന്ന് വേഗം വെയിലായിരുന്നെങ്കിൽ എന്ന്. ഇനി വെയിലാവുമ്പോഴോ എപ്പോഴാ മഴ വരികയെന്ന്. മനുഷ്യൻ്റെ ഒരു സ്വഭാവമല്ലേ.